ചുറ്റുമല ചിറയിലാണ് നിൽക്കുന്നത്. ചുറ്റുമല ചിറയിൽ ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങ് ഒന്നുമില്ല. ഇവിടുന്ന് നേരെ തൊടിയൂർ പോവാം. തൊടിയൂരെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്താംകോട്ട അടുപ്പിച്ച്, ശാസ്താംകോട്ടയ്ക്ക് മുമ്പ് തൊടിയൂർ. ഇന്നത്തെ ഫിഷിങ്ങിന് അങ്ങോട്ട് പോവാം. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അവിടെ ചെന്നിട്ട് കാണാം. നിങ്ങൾ ആ വെള്ളത്തിലോട്ട് ശ്രദ്ധിച്ച് നോക്കാമെങ്കിൽ കാണുന്നുണ്ട്, നല്ല കണ്ണീര് വെള്ളം. മീൻ കിടന്ന് ഓടുന്നതാണ്, വലിയ വലിയ മീൻ. അതിലെ ഒരെണ്ണത്തിനെ ഞാനിപ്പം അടിച്ചെടുത്തത്. അടിപൊളി അടിപൊളി അടിപൊളി. പുല്ലൻ അതേ ഒരു സൈബ്രസ്. അടുത്ത മീൻ വല്ലതും വരുമെന്ന് നോക്കട്ടെ. ഞാൻ കവറെടുത്തില്ലായിരുന്നു കേട്ടോ മീനിടെ. അപ്പോൾ തക്കാലത്തിന് ആ കാട്ടിൻ്റെ ഇടയിലോട്ട് എടുത്തിട്ട്, കാരണം അവിടെയൊക്കെ പരുന്തിൻ്റെ ശല്യമുണ്ട്, കയ്യിൽ നിന്ന് പോകും അത്. ഇനി അടുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാം, കാരണം പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓ അടിപൊളി ഒരു വാഹനം നോക്കൂലോ. ഓ പോയി 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 പോയി. ഓ ഇവിടെയൊക്കെ ശോകമാണ്. ഇവിടെ അങ്ങ് ഒന്നുമില്ല, വെള്ളമൊക്കെ ഓളം കാറ്റടിച്ച്. അതുകൊണ്ട് നമുക്കിന്ന് നേരെ തേവള്ളി പോയി കരിമീനെ നോക്കാം. അങ്ങനെ നമ്മൾ തേവള്ളി വന്നു. കായൽ ഒന്നിനെയും കാണുന്നില്ലേ. ആ ഒരു കണം പോകുന്നു. അങ്ങനെ നോക്കട്ടെ. കിട്ടി. കണമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിൽക്കത്തില്ല, അവർ വന്ന വഴി അങ്ങ് പോത്തേ ഉള്ളൂ. പെട്ടെന്ന് അതിനെ നമുക്ക് അടിക്കാനും കിട്ടത്തില്ല. ഓടിപ്പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതതിന് ചെറിയ ഒരെണ്ണം. ഇതിനെന്തായാലും നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇവിടെ ചൂണ്ടക്കാരുണ്ട്, ആരെങ്കിലും ഒരാളെ കാണുവാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. കാരണം ഇതിനെ നമ്മൾ ഇവിടുന്ന് അങ്ങ് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേനും ഒരു പരുവായി പോകും. അതുകൊണ്ട് നമ്മളിതിനെ കൊണ്ടുപോകുന്നില്ല. നമുക്ക് കരിമീൻ മാത്രം മതി. അപ്പോൾ നമുക്ക് കരിമീനെ ഒന്ന് നോക്കാം. അടുത്ത സ്ഥലത്തോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു അണ്ണ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. നമുക്ക് ആ പിടിച്ച കണമ്പിനെ അണ്ണനെ തന്നെ കൊടുക്കാം. ഇതിനെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങെല്ലാം ഒരു പരുവായി പോകുന്നു. ഫസ്റ്റ് കാണുന്ന അണ്ണൻ ഇതാ. അണ്ണന് തന്നെ കൊടുത്ത മീൻ കുണ്ട്ര വരെ കൊണ്ടുപോകല്ലേ. ആ ഞാൻ ഇനി അടുത്തെടുത്തിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല, എല്ലാം ചെറിയ കരിമീനാണ് നിൽക്കുന്നത്. പോട്ടെ. ഓ ഇവിടെയും എല്ലാം മോശമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് നമുക്ക് സൈറ്റ് മാറാം. ഇനി അടുത്ത സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരീപ്പുഴ കായലിലേക്ക് പോകാം. ഇതാണ് കുരീപ്പുഴ ഭാഗം. നമുക്കിനി ഫിഷിങ്ങിന് ഇവിടെ ഫസ്റ്റ് കരിമീന കുരീപ്പുഴ ഭാഗത്ത്. അതിൻ്റെ ചാട്ടം കണ്ടോ. ഈ ഭാഗത്തൊന്നും അങ്ങനെ വലുതായിട്ട് കരിമീനൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഈ ട്രോളിങ് ആയതുകൊണ്ട് ബോട്ടെല്ലാം ഞടിപ്പിച്ചിട്ടിരിക്കുന്നുണ്ട്. എണ്ണയുടെ മയോ വെള്ളത്തിൽ മൊത്തം സൈഡിൽ. അതുകൊണ്ട് മീനെയൊന്നും നല്ല രീതിയിൽ കാണാൻ പറ്റത്തില്ല. അതുമാത്രമല്ല വെള്ളത്തിന് ഇച്ചിരി കളർ വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ കണ്ണിൽ കാണുന്നതും കൈ കിട്ടുന്നതും നമുക്ക് കൊണ്ടുപോകാം. ഇന്നത്തെ മീൻ മൊത്തം ഹെഡ് ഷോട്ടാണ്. എന്തായാലും നമുക്ക് അവിടെ നിന്നൊരു കവർ കിട്ടി, ആ കവറിനകത്തിടാം.
കിട്ടിയോ? നച്ചറയാണെന്ന് പറഞ്ഞ് അടിച്ചതാ. പക്ഷെ ഇത് വേറെ ഏതോ ഒരു മീനാ. മീനിൻ്റെ പേര് അറിയാൻ വയ്യ. പക്ഷെ ഇത് കുത്തിയ ഭയങ്കര കഴപ്പും നീറ്റിലും വന്നാ പറഞ്ഞ് ഒരെണ്ണം പറഞ്ഞ്. ആളിത്രയും മതി, പക്ഷെ കുത്തി കഴിഞ്ഞാൽ എന്തോ മീനുണ്ടോ? ഇതെന്തൊരു മീനാണെന്ന് അറിയത്തില്ല. എന്തോ എന്തായാലും കളയണില്ല, കിട്ടിയില്ല. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് അങ്ങോട്ടൊക്കെ സ്പോട്ടുണ്ട്, നോക്കട്ടെ. അടിപൊളി അടിപൊളി ഒരെണ്ണം കിട്ടി. എല്ലാം ഹെഡ് ഷോട്ട് അടിക്കുന്നത്. നമ്മൾ അമ്പ് ചെയ്യുന്ന മീനെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാൽ മൊത്തം ഹെഡ് ഷോട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത് ഇച്ചിരി കഷ്ടം പിടിച്ച പരിപാടിയാണ്. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ കുനിഞ്ഞു പോകുന്ന നേരത്തായിരിക്കും വള്ളിയൊക്കെ കയറി കുരുങ്ങുന്ന ക്യാമറയ്ക്കകത്ത്. അങ്ങനെ 2-3 വട്ടം അബദ്ധം പറ്റി. നമ്മൾ മൊത്തം തലക്കടിച്ചുള്ള പരിപാടി കേട്ടോ. അമ്പിളക്കിയിട്ട് ഞാൻ കാണിക്കാം. കണ്ടോ, എല്ലാം തലയ്ക്കാണ്ടോ. നമ്മൾ പിടിച്ചതിൻ്റെ എല്ലാം തലയ്ക്ക് അടിക്കുന്നത്. കണ്ടല്ലോ.